ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ കൂടെ ഉണ്ട്. അതിന് നമ്മളൊരു ചെയിനിൽ കോർത്തിട്ടുണ്ട്. അതായിട്ട് നമുക്കൊരു ഗോൾഡൻ ബീഡ് ഒന്ന് കോർത്തെടുക്കാം. ചെറിയ ഗോൾഡൻ ബീഡാണ്. സെൻറ്ററിലേക്ക് മാറ്റിയിട്ട് കോർത്തെടുക്കണം. ഇതുപോലെ 3 എണ്ണം, ഒരു സൈഡ് 2 എണ്ണം. എന്നിട്ട് മൂന്നാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തിട്ട് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലൊരു റൗണ്ട് ഷേപ്പായി കിട്ടണം. 0.25 mm തിക്നെസ്സിലുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തതൊരു വൈറ്റ് ബീഡാണ്. അതേ സൈസിൽ തന്നെയുള്ളൊരു വൈറ്റ് ബീഡ്. അതിനെയും ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. ഒരു വൈറ്റ് ബീഡ് ഇട്ടു, അത് ക്രോസായിട്ട് കോർത്തെടുത്തു. ഇനിയൊരു ഗോൾഡൻ ബീഡ്, അതിനെയും മുമ്പ് വൈറ്റ് ബീഡ് ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് കോർക്കുകയാണ് വേണ്ടത്. ക്രോസിൽ കെട്ടിട്ട പോലെ കോർത്തെടുക്കുക. ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇനി ഒരു സൈഡ് 3 ബീഡും മറ്റേ സൈഡ് 2 ബീഡ്. ടോട്ടലി 6 ബീഡ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഒരു ബീഡിനെ ക്രോസ് ചെയ്തിട്ടു. അതുകൂടാതെ പിന്നെ 5 ബീഡാണ് ഇടേണ്ടത്. 3 ബീഡിട്ട ആ സൈഡിലൂടെയാണ് കോർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ അതിൻ്റെ ജോയിൻ്റ് ആയി കിട്ടും. പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇടുക, അതിനെ ക്രോസ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ഇനി ഒരു ഗോൾഡൻ ബീഡ്, അതിനെയും ക്രോസ് ചെയ്തിട്ടിടുക. ഒരു വശത്തിലൂടെ കോർത്ത് മറ്റേ വശത്തിലൂടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ക്രോസ് ചെയ്യുന്ന രീതി ഇതുപോലെ ചെയ്യാം. സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബ്രേസ്ലെറ്റ്. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഗോൾഡൻ ബീഡ് ക്രോസ് ചെയ്തിട്ടതിന് ശേഷം ഒരു സൈഡിൽ 3 ബീഡ്, മറ്റേ സൈഡിൽ 2 ബീഡ്. മൂന്നാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഒരു വൈറ്റ് ബീഡ് ക്രോസിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരു ഗോൾഡൻ ബീഡും ക്രോസിൽ ചെയ്യുക. ഇതുപോലെ നമ്മൾ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അവസാന ഭാഗം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. എൻഡ് ഭാഗത്ത് നമ്മൾ ചെയ്യാനുള്ളത് ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. പിന്നെ ഇതുപോലെ 2 ഗോൾഡൻ ബീഡ് വീണ്ടും ഇട്ടതിന് ശേഷം കൊളുത്തിട്ടു. വീണ്ടും നമ്മൾ ആ എണ്ണം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഗോൾഡൻ ബീഡും ഇട്ടു. 5 ഗോൾഡൻ ബീഡാണ് മൊത്തം ഇട്ടത്. ഇതുപോലെ ഒന്ന് കെട്ടിയിടുക. തുടക്കത്തിൽ നമ്മൾ ആ ചെയിൻ വെച്ചത് കാരണം എല്ലായിടത്തും നമുക്കിങ്ങനെ അത് കൊളുത്താൻ പറ്റും. ഏത് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ബട്ടർഫ്ലൈ വെച്ചൊരു ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിനിൻ്റെ ഏത് കണ്ണീരും നമുക്ക് വേണമെങ്കിൽ കൊളുത്താം. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു ബീഡ്, വൈറ്റ് ബീഡ് വെച്ചെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റിൽ നമ്മളൊരു മുത്തിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് അതിനെ നന്നായി കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ബീഡ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഓരോ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്ത് അവിടെ ഫിറ്റായി എങ്ങനെ നിൽക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് കോർത്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഏതെങ്കിലും 1 or 2 ബീഡിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഒന്ന് കോർത്തെടുത്താൽ മാത്രം മതി. അതിങ്ങനെ ഇളകാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നതായിരിക്കാം. പിന്നെ നമ്മൾ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ എടുത്തു. ഉള്ളിലൂടെ തന്നെ എടുക്കണം, എന്നാൽ പുറത്തേക്ക് അങ്ങനെ അതിൻ്റെ നൂല് കാണാതിരുന്നോളും. ഉള്ളിലൂടെ തന്നെ എടുക്കുമ്പോൾ
നമ്മളെടുത്ത നൂല് വളരെ തിന്നായ നൂലാണ്. നൈലോണിൻ്റെ ഒരു ഫിഷൊക്കെ പിടിക്കുന്ന ആ വയറാണല്ലോ, അതന്നെ നല്ല സുഖമായിട്ട് കോർക്കാൻ പറ്റും. വളരെ തിന്നാണത്. 0.225 ആണ് തിക്നെസ് ഉള്ളത്. ആ ഒരു അളവിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് കോർക്കാനും സുഖമാണ്. എന്നാൽ ചെറിയ രീതിയിലൊന്നും അത് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ നൂല് കണ്ടാലും അത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റൂല, ട്രാൻസ്പെറൻ്റ് ആയത് കാരണം. എന്താ ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്യുക. സിമ്പിളാണ്. അവസാന ഭാഗത്ത് എത്തുമ്പോഴും ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. കൂടാതെ ഇത് നല്ലോണം കെട്ടിട്ടാൽ നല്ല മുറുകി നിൽക്കും ചെയ്യും. കട്ടിയുള്ള വയറൊക്കെ കുറച്ച് പ്രയാസമാണ് കെട്ട് മുറുകി നിൽക്കാൻ. പക്ഷേ ഇത് തിന്നായത് കാരണം തന്നെ നല്ല സുഖമായിട്ട് 2-3 കെട്ടിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇരുന്നോളും. ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.